വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 11, 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ ശിഷ്യന്മാർ. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ, അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ജീവിതം തന്നെ സന്ദേശമാകുമ്പോൾ യേശുവിനെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത് നിയോഗിക്കപ്പെട്ട യോഹന്നാൻ മാംദാന് തന്റെ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗം എന്ന നിലയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട സമയം ആയിരുന്നു അത്. ആ അവസരത്തിൽ ആണ് യേശു തന്റെ പ്രവർത്തനങ്ങള് പരസ്യമായി സമൂഹത്തിൽ ആരംഭിക്കുന്നത്. യേശുവിന്റെ ദൗത്യത്തിന്റെ നിർവഹണം എന്ന നിലയിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകുകയും ബന്ധിതർക്ക് മോചനം നൽകുകയും വേദന അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ കഴിയുന്നത്ര സഹായിച്ചും നന്മ ചെയ്തുകൊണ്ടും നടന്നു നീങ്ങുന്ന സമയം. ആ സമയത്തിനാണ് നമ്മൾ യേശുവിന്റെ പരസ്യ ജീവിതകാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. തന്റെ ദൗത്യം ആരംഭിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് ഒരു പ്രത്യേക ദൂതുമായിട്ട് യേശുവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിച്ചുകൊണ്ട് ചോദിക്കുന്നു, വരാനിരിക്കുന്ന രക്ഷകൻ അങ്ങ് തന്നെയാണോ, അതോ മറ്റൊരാളെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിന് ഉത്തരമെന്ന നിലയിൽ യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, നിങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങള്, ആ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ആരാണെന്ന് വ്യക്തമാക്കാൻ ഇടവരുന്ന അടയാളങ്ങൾ. ഈ കാര്യത്തിൽ കൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വരുമ്പോൾ ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എന്നെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ ഗുരുവിനോട് ചെന്ന് പറയും. ഗുരു വിശദീകരിച്ചു തരും. അപ്പോ എന്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് എന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത് എന്നാണ് യേശു അവരോടായിട്ട് പറയുന്നത്. ഇവിടെ യേശു അവരോടായിട്ട് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്ന് വെച്ചാൽ പാപങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്നു, ദരിദ്രരോട് സ്നേഹം കാണിക്കുന്നു, രോഗികളെ സുഖമാക്കുന്നു, ബന്ധിതർക്ക് മോചനം നൽകുന്നു, ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എന്നിൽ നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകരുത്. ആ ഇടർച്ച യഥാർത്ഥത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് എന്നിൽ നിങ്ങൾ വിശ്വസിക്കുവിൻ. എന്റെ പ്രവർത്തനങ്ങളും എന്റെ വ്യാപാരങ്ങളും കണ്ട് എന്നെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യേശു അവർക്കായിട്ട് നൽകുന്ന സന്ദേശം. ഇതിൽ നിന്ന് യേശു ഒരു വലിയ സന്ദേശം ഉൾക്കൊള്ളിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവനവന്റെ പ്രവർത്തനങ്ങള്, ആ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് അവനവന്റെ വ്യക്തിത്വം പ്രകാശിതമാക്കേണ്ടത്. ആ പ്രകാശിതമായി വരുമ്പോൾ തനിതായിട്ടുള്ള രീതിയിൽ ഇടർച്ച മറ്റുള്ളവർക്കുണ്ടാകാവുന്ന ഒരു വ്യാപാര വിശേഷം നിങ്ങളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള സത്യം യേശു പരോക്ഷമായ രീതിയിൽ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുവെന്ന് വേണം വിചാരിക്കാൻ.